എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവിതാംകൂർ ചരിത്രത്തിൽ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ളവരെ പറ്റിയുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആധുനിക തിരുവിതാംകൂർ വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം. വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ദേശീയ ഗാനം അറിയപ്പെട്ടിരുന്നത് വഞ്ചീശമംഗളം. തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം അറിയപ്പെട്ടിരുന്നത് വഞ്ചീശമംഗളം. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെട്ടിരുന്നത് ഹിരണ്യഗർഭം. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെട്ടിരുന്നത് ഹിരണ്യഗർഭം. ഹിരണ്യഗർഭത്തിന് ഉപയോഗിക്കുന്ന പാൽ ചേർത്ത മിശ്രിതം അറിയപ്പെട്ടിരുന്നത് പഞ്ചഗവ്യം. ഹിരണ്യഗർഭത്തിന് ഉപയോഗിക്കുന്ന പാൽ ചേർത്ത മിശ്രിതം അറിയപ്പെട്ടിരുന്നത് പഞ്ചഗവ്യം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ അറിയപ്പെട്ടിരുന്നത് മതിലകം രേഖകൾ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത് മതിലകം രേഖകൾ. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം തിരുവിതാംകൂർ ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം തിരുവിതാംകൂർ ആയിരുന്നു. ഒന്നുകൂടി നോക്കാം. വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശമായിരുന്നു തിരുവിതാംകൂർ. തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനമായിരുന്നു വഞ്ചീശമംഗളം. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെട്ടിരുന്നത് ഹിരണ്യഗർഭം എന്ന പേരിലാണ്. ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പാൽ ചേർത്ത മിശ്രിതം അറിയപ്പെട്ടിരുന്നത് പഞ്ചഗവ്യം എന്ന പേരിലാണ്. പഞ്ചഗവ്യം എന്ന പേരിലാണ് ഹിരണ്യഗർഭത്തിന് ഉപയോഗിക്കുന്ന പാൽ ചേർത്ത മിശ്രിതം അറിയപ്പെട്ടിരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ അറിയപ്പെട്ടിരുന്നത് മതിലകം രേഖകൾ എന്നാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത് മതിലകം രേഖകൾ. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക മുദ്ര ശംഖാണ്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക മുദ്ര ശംഖ്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം തിരുവിതാംകൂർ ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയം ഇറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം തിരുവിതാംകൂർ ആയിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ, ആധുനിക അശോകൻ എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ, ആധുനിക അശോകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ കിളിമാനൂർ കോയിത്തമ്പുരാനും അമ്മ ആറ്റിങ്ങൽ റാണിയുമായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ അച്ഛൻ കിളിമാനൂർ കോയിത്തമ്പുരാനും അമ്മ ആറ്റിങ്ങൽ റാണിയുമായിരുന്നു. ഇദ്ദേഹം ജനിച്ചത് 1706. ഇദ്ദേഹം ജനിച്ചത് 1706. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവാണ് മാർത്താണ്ഡവർമ്മ. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവാണ് മാർത്താണ്ഡവർമ്മ. അലക്സാണ്ടർ ഓമിയുമായി ചേർന്ന് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അലക്സാണ്ടർ ഓമിയുമായി ചേർന്ന് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിലാണ് വേണാട് ഉടമ്പടി മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ചത്. നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിലാണ് മാർത്താണ്ഡവർമ്മ ഉടമ്പടി ഒപ്പുവെച്ചത്. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായ വർഷം 1729.
മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായ വർഷം 1729. മാർത്താണ്ഡവർമ്മയുടെ നയം ചോരയും ഇരുമ്പിന്റെയും നയം അല്ലെങ്കിൽ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്നറിയപ്പെടുന്നു. മാർത്താണ്ഡവർമ്മയുടെ നയം ചോരയുടെയും ഇരുമ്പിന്റെയും നയം അഥവാ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്നറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേരളത്തിന്റെ ബിസ്മാർക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു. കേരളത്തിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നതും മാർത്താണ്ഡവർമ്മയാണ്. ക്ഷേത്രം വക വസ്തുക്കൾ 8ആയി ഭാഗിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചിരുന്നു. ഇവരാണ് എട്ടുവീട്ടിൽ പിള്ളമാർ എന്ന് അറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുന്ന സമയത്ത് ക്ഷേത്രം വക വസ്തുക്കൾ 8ആയി ഭാഗിക്കുകയും കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പ്യന്മാരെ ഏൽപ്പിച്ചു നൽകുകയും ചെയ്തിരുന്നു. ഇവരാണ് എട്ടുവീട്ടിൽ പിള്ളമാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വന്നപ്പോൾ എട്ടുവീട്ടിൽ പിള്ളമാർ, പോറ്റിമാർ എന്നീ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ അമർച്ച ചെയ്തു. മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വന്നതോടുകൂടി എട്ടുവീട്ടിൽ പിള്ളമാർ, പോറ്റിമാർ എന്നീ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ അമർച്ച ചെയ്തു. ഒന്നാം തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. തീയതി 1750 ജനുവരി 3. 1750 ജനുവരി 3-നാണ് ഒന്നാം തൃപ്പടിദാനം നടത്തിയത്. ഇതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ പത്മനാഭ ദാസന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിനുശേഷം തിരുവിതാംകൂറിലെ രാജാക്കന്മാർ പത്മനാഭ ദാസന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ച രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. കായംകുളം ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവും മാർത്താണ്ഡവർമ്മയാണ്. കായംകുളം ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നീ ചടങ്ങുകൾ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നീ ചടങ്ങുകൾ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. തിരുവിതാംകൂറിൽ 6 വർഷത്തിൽ ഒരിക്കൽ ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രീതിക്കായി നടത്തിവന്നിരുന്ന 56 ദിവസം നീണ്ടു നിൽക്കുന്ന യാഗമാണ് മുറജപം. തിരുവിതാംകൂറിൽ 6 വർഷത്തിൽ ഒരിക്കൽ ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രീതിക്കായി നടത്തിവരുന്ന 56 ദിവസം നീണ്ടു നിൽക്കുന്ന യാഗമാണ് മുറജപം. മുറജപത്തിന്റെ ചെറുചടങ്ങായ ഭദ്രദീപം 6 മാസത്തിലൊരിക്കൽ 7 ദിവസമായി നടത്തുന്നു. മുറജപത്തിന്റെ ചെറുചടങ്ങായ ഭദ്രദീപം 6 മാസത്തിലൊരിക്കൽ 7 ദിവസമായി നടത്തുന്നു. 1750-ലാണ് മുറജപം ആദ്യമായി ആഘോഷിച്ചത്. 1750-ലും അവസാനമായി മുറജപം നടന്നത് 1936-ലുമാണ്. ആദ്യമായി 1750-ലും അവസാനമായി 1936-ലുമാണ് മുറജപം നടന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ചതും ശീവേലിപ്പുര പണികഴിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ചതും ശീവേലിപ്പുര പണികഴിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണതലസ്ഥാനം പത്മനാഭപുരവും വ്യാപാര തലസ്ഥാനം മാവേലിക്കരയുമായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ ഭരണതലസ്ഥാനം പത്മനാഭപുരവും വ്യാപാര തലസ്ഥാനം മാവേലിക്കരയും ആയിരുന്നു. അടുത്ത പോയിന്റ്, തിരുവിതാംകൂറിൽ മറവപ്പട എന്ന പേരിൽ സ്ഥിരം സൈന്യത്തിന് രൂപം നൽകിയത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ മറവപ്പട എന്ന പേരിൽ സ്ഥിരം സൈന്യത്തിന് രൂപം നൽകിയത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ കീഴിലെ നായർ സൈന്യം അറിയപ്പെട്ടിരുന്ന പേരാണ് നായർ ബ്രിഗേഡ്. മാർത്താണ്ഡവർമ്മയുടെ കീഴിലെ നായർ സൈന്യം അറിയപ്പെട്ടിരുന്ന പേരാണ് നായർ ബ്രിഗേഡ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പണികഴിപ്പിച്ച അണക്കെട്ടുകളാണ് പുത്തൻ അണ, പൊന്മന അണ എന്നിവ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൽ പണികഴിപ്പിച്ച അണക്കെട്ടുകളാണ് പുത്തൻ അണ, പൊന്മന അണ എന്നിവ. ഇവ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിക്കടുത്താണ്. കന്യാകുമാരിക്കടുത്താണ് പുത്തൻ അണയും പൊന്മന അണയും സ്ഥിതി ചെയ്യുന്നത്. കന്യാകുമാരിയിലെ വട്ടക്കോട്ട നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയാണ്.
കന്യാകുമാരിയിലെ വട്ടക്കോട്ട നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിലെ ആദ്യ ദിവാനായിരുന്നത് അറുമുഖം പിള്ളയാണ്. തിരുവിതാംകൂറിലെ ആദ്യ ദിവാനായിരുന്നത് അറുമുഖം പിള്ള. വർക്കല നഗരം പണികഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ ദിവാനായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ്. വർക്കല നഗരം പണികഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ ദിവാനായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ്. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ രാജകീയ പ്രഖ്യാപനങ്ങൾ അറിയപ്പെട്ടിരുന്നത് വരിയോലകൾ എന്ന പേരിലാണ്. തിരുവിതാംകൂറിലെ രാജകീയ പ്രഖ്യാപനങ്ങൾ അറിയപ്പെട്ടിരുന്നത് വരിയോലകൾ എന്ന പേരിലാണ്. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ പ്രശസ്ത കവികളായിരുന്നു കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യരും. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ പ്രശസ്ത കവികളായിരുന്നു കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യരും. ഡച്ചുകാർക്കെതിരെയുള്ള കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-നാണ്. ഡച്ചുകാർക്കെതിരെ കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-ന്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. വിദേശ ശക്തിയെ യുദ്ധക്കളത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതോടുകൂടി വിദേശ ശക്തിയെ യുദ്ധക്കളത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയായി മാറി മാർത്താണ്ഡവർമ്മ. യുദ്ധത്തിലെ പരാജയത്തെ തുടർന്ന് ഡച്ച് സൈന്യാധിപനായിരുന്ന ഡിലനോയി മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങി. യുദ്ധത്തിന്റെ പരാജയത്തെ തുടർന്ന് ഡച്ച് സൈന്യാധിപനായിരുന്ന ഡിലനോയി മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങി. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് പിന്നീട് അറിയപ്പെട്ടത് ഡിലനോയിയാണ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടിരുന്നത് ഡിലനോയിയാണ്. ഡിലനോയിയുടെ സ്മരണയ്ക്കായി പണികഴിപ്പിച്ച ഉദയഗിരിക്കോട്ട കന്യാകുമാരിക്കടുത്ത തക്കലയിലാണ്. ഡിലനോയിയുടെ സ്മരണയ്ക്കായി പണികഴിപ്പിച്ച ഉദയഗിരിക്കോട്ട കന്യാകുമാരിക്കടുത്ത തക്കലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡിലനോയിയുടെയും കുടുംബാംഗങ്ങളുടെയും ശവകുടീരങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരിക്കോട്ടയിലാണ്. ഡിലനോയിയുടെയും കുടുംബാംഗങ്ങളുടെയും ശവകുടീരങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരിക്കോട്ടയിലാണ്. അടുത്ത പോയിന്റ്, തിരുവിതാംകൂർ ആക്രമിച്ചതിനെ തുടർന്ന് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും 1742 മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചു. തിരുവിതാംകൂറിൽ ആക്രമിച്ചതിനെ തുടർന്ന് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും 1742 മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചു. എന്നാൽ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ കായംകുളം രാജാവ് ലംഘിച്ചതിനാൽ 1746 മാർത്താണ്ഡവർമ്മ പുറക്കാട് യുദ്ധത്തിലൂടെ കായംകുളം കീഴടക്കി. മാന്നാർ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ കായംകുളം രാജാവ് ലംഘിച്ചതിനാൽ 1746 പുറക്കാട് യുദ്ധത്തിലൂടെ മാർത്താണ്ഡവർമ്മ കായംകുളത്തെ കീഴടക്കി. അടുത്തത് മാവേലിക്കര ഉടമ്പടി. മാവേലിക്കര ഉടമ്പടി മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഉടമ്പടിയുടെ തീയതി 1753 ഓഗസ്റ്റ് 15. 1753 ഓഗസ്റ്റ് 15. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഡച്ചുകാരുടെ ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ആറ്റിങ്ങൽ തിരുവിതാംകൂർ ലയിപ്പിച്ചത് 1730-നാണ്. ആറ്റിങ്ങൽ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചത് 1730. മാർത്താണ്ഡവർമ്മയുടെ നികുതി പിരിവ് മന്ത്രിയായിരുന്നത് പള്ളിയാടി മല്ലയ്യൻ ശങ്കരനാണ്. മാർത്താണ്ഡവർമ്മയുടെ നികുതി പിരിവ് മന്ത്രിയായിരുന്നത് പള്ളിയാടി മല്ലയ്യൻ ശങ്കരൻ. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നത് മണ്ഡപത്തും വാതുക്കൽ എന്നും അതിന്റെ തലവന്മാർ അറിയപ്പെട്ടിരുന്നത് കാര്യക്കാർ എന്നുമാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നത് മണ്ഡപത്തും വാതുക്കൽ എന്നും അതിന്റെ തലവന്മാർ കാര്യക്കാർ എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കഴിയവേ മരണപ്പെട്ട കൊട്ടാരക്കര ഭരണാധികാരിയായിരുന്നു വീര കേരളവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കഴിയവേ മരണപ്പെട്ട കൊട്ടാരക്കര ഭരണാധികാരിയായിരുന്നു വീര കേരളവർമ്മ. മാർത്താണ്ഡവർമ്മ കൽക്കുളം കൊട്ടാരം പുതുക്കിപ്പണിയുകയും പത്മനാഭപുരം എന്ന പേര് നൽകുകയും ചെയ്തു. കൽക്കുളം കൊട്ടാരം പുതുക്കിപ്പണിഞ്ഞ് പത്മനാഭപുരം എന്ന പേര് നൽകിയത് മാർത്താണ്ഡവർമ്മയാണ്. ജന്മിത്വ ഭരണം തിരുവിതാംകൂറിൽ അവസാനിപ്പിച്ച രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. ജന്മിത്വ ഭരണം തിരുവിതാംകൂറിൽ അവസാനിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്.
മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ്. 1742 ഇളയിടത്ത് സ്വരൂപത്തെ അഥവാ കൊട്ടാരക്കരയെ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിനോട് ചേർത്തു. 1742 ഇളയിടത്ത് സ്വരൂപത്തെ അഥവാ കൊട്ടാരക്കരയെ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിനോട് ചേർത്തു. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുള്ള ആനന്ദേശ്വരം യുദ്ധം നടന്നത് 1754 ജനുവരി 3-നാണ്. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുള്ള ആനന്ദേശ്വരം യുദ്ധം നടന്നത് 1754 ജനുവരി 3-നാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ബജറ്റ് അറിയപ്പെട്ടിരുന്നത് പതിവ് കണക്ക് എന്ന പേരിലാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ബജറ്റ് അറിയപ്പെട്ടിരുന്നത് പതിവ് കണക്ക്. ചെക്ക് പോസ്റ്റുകൾ അറിയപ്പെട്ടിരുന്നത് ചൗക്കകൾ. ചെക്ക് പോസ്റ്റുകൾ അറിയപ്പെട്ടിരുന്നത് ചൗക്കകൾ. പോസ്റ്റൽ അറിയപ്പെട്ടിരുന്നത് അഞ്ചൽ. പോസ്റ്റൽ അറിയപ്പെട്ടിരുന്നത് അഞ്ചൽ. ധനമന്ത്രി അറിയപ്പെട്ടിരുന്നത് മുളകുമടി ശീലക്കാർ. ധനമന്ത്രി അറിയപ്പെട്ടിരുന്നത് മുളകുമടി ശീലക്കാർ. വില്ലേജ് ഓഫീസുകൾ അറിയപ്പെട്ടിരുന്നത് പകുതികൾ. വില്ലേജ് ഓഫീസുകൾ പകുതികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വില്ലേജ് ഓഫീസർമാരെ പർവത്തിക്കാർ എന്ന പേരിലും അറിയപ്പെട്ടു. വില്ലേജ് ഓഫീസർമാരെ പർവത്തിക്കാർ എന്ന പേരിലും അറിയപ്പെട്ടു. 1758 മാർത്താണ്ഡവർമ്മ നാട് നീങ്ങി. 1758 മാർത്താണ്ഡവർമ്മ നാട് നീങ്ങിയത്. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം ഭരണം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഏകദേശം 40 വർഷം അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചു. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അദ്ദേഹം ഏകദേശം 40 വർഷത്തോളം തിരുവിതാംകൂർ ഭരിച്ചു. ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവും കാർത്തിക തിരുനാളാണ്. ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന രാജാവും കാർത്തിക തിരുനാളാണ്. കൊച്ചി ഭരണാധികാരികളുമായി ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ച രാജാവ് കാർത്തിക തിരുനാളാണ്. കൊച്ചി ഭരണാധികാരികളുമായി ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജാവ് കാർത്തിക തിരുനാളാണ്. ഒപ്പുവെച്ച വർഷം 1761. ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം 1761. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് രണ്ടാം തൃപ്പടിദാനം നടത്തിയത്. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് രണ്ടാം തൃപ്പടിദാനം നടത്തിയത്. രണ്ടാം തൃപ്പടിദാനം നടത്തിയ വർഷം 1766. 1766. വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന രാജ കേശവദാസ് കാർത്തിക തിരുനാളിൻ്റെ ദിവാനായിരുന്നു. വലിയ ദിവാൻജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജ കേശവദാസ് കാർത്തിക തിരുനാളിൻ്റെ ദിവാനായിരുന്നു. 1789 ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ തൃശ്ശൂരിൽ നെടുങ്കോട്ട പണിത രാജാവ് ധർമ്മരാജാവാണ്. ധർമ്മരാജാവിൻ്റെ കാലത്താണ് 1789 ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ തൃശ്ശൂരിൽ നെടുങ്കോട്ട പണിതത്. ധർമ്മരാജാവിൻ്റെ സമകാലികനായിരുന്നു കൊച്ചിയിലെ രാജാവായ ശക്തൻ തമ്പുരാൻ. ധർമ്മരാജാവിൻ്റെ സമകാലികനായിരുന്നു കൊച്ചിയിലെ രാജാവായ ശക്തൻ തമ്പുരാൻ. ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജാവ്. ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജാവ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ബാലരാമഭാരതം എന്ന കൃതി രചിച്ചത് ധർമ്മരാജാവാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ബാലരാമഭാരതം എന്ന കൃതി രചിച്ചത് ധർമ്മരാജാവാണ്. അദ്ദേഹം തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് 1795. ധർമ്മരാജാവ് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് 1795. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൽമണ്ഡപവും കുലശേഖര മണ്ഡപവും പണികഴിപ്പിച്ചത് ധർമ്മരാജാവിൻ്റെ കാലത്താണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൽമണ്ഡപം, കുലശേഖര മണ്ഡപം എന്നിവ പണികഴിപ്പിച്ചത് ധർമ്മരാജാവിൻ്റെ കാലത്താണ്. ചാലക്കമ്പോളം, ആലപ്പുഴ തുറമുഖം എന്നിവയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതും ധർമ്മരാജാവാണ്. ചാലക്കമ്പോളം, ആലപ്പുഴ തുറമുഖം എന്നിവയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതും ധർമ്മരാജാവാണ്. ധർമ്മരാജ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിൽ ഒപ്പിട്ടത് 1795.
ധർമ്മരാജ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിൽ ഒപ്പിട്ടത് 1795. ധർമ്മരാജാവിൻ്റെ പ്രധാന ആട്ടക്കഥകൾ രാജസൂയം, സുഭദ്രാഭരണം, ഗന്ധർവ വിജയം, പാഞ്ചാലി സ്വയംവരം, കല്യാണ സൗഗന്ധികം എന്നിവയാണ്. ധർമ്മരാജാവിൻ്റെ പ്രധാന ആട്ടക്കഥകൾ രാജസൂയം, സുഭദ്രാഭരണം, ഗന്ധർവ വിജയം, പാഞ്ചാലി സ്വയംവരം, കല്യാണ സൗഗന്ധികം എന്നിവയാണ്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് മലബാറിൽ നിന്നും പലായനം ചെയ്ത രാജകുടുംബം ഉൾപ്പെടെയുള്ളവർക്ക് ധർമ്മരാജാവ് ധാർമ്മിക ബോധത്തോടെ അഭയം നൽകിയതിനാലാണ് ഇദ്ദേഹം ധർമ്മരാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് മലബാറിൽ നിന്നും പലായനം ചെയ്ത രാജകുടുംബം ഉൾപ്പെടെയുള്ളവർക്ക് ഇദ്ദേഹം ധാർമ്മിക ബോധത്തോടെ അഭയം നൽകിയതിനാലാണ് ധർമ്മരാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ 2 മുഖ്യമന്ത്രിമാരായിരുന്നു മാർത്താണ്ഡൻ പിള്ളയും രാജാ കേശവദാസും. ധർമ്മരാജാവിൻ്റെ 2 മുഖ്യമന്ത്രിമാരായിരുന്നു മാർത്താണ്ഡൻ പിള്ളയും രാജാ കേശവദാസും. മാർത്താണ്ഡൻ പിള്ളയാണ് റവന്യൂ വകുപ്പ് പുനഃസംഘടിപ്പിച്ചത്. അദ്ദേഹം തിരുവിതാംകൂറിനെ 3 റവന്യൂ യൂണിറ്റുകളായി വിഭജിച്ചു. മാർത്താണ്ഡൻ പിള്ള തിരുവിതാംകൂറിനെ 3 റവന്യൂ യൂണിറ്റുകളായി വിഭജിച്ചു. അവ തെക്കേമുഖം, വടക്കേമുഖം, പടിഞ്ഞാറേമുഖം എന്നിവയാണ്. മാർത്താണ്ഡൻ പിള്ള 3 റവന്യൂ യൂണിറ്റുകളായി തിരുവിതാംകൂറിനെ വിഭജിച്ചു. അവ തെക്കേമുഖം, വടക്കേമുഖം, പടിഞ്ഞാറേമുഖം എന്നിവയാണ്. ഓരോ റവന്യൂ ഡിവിഷനും സർവാധികാരി എന്ന ഉദ്യോഗസ്ഥൻ്റെ കീഴിലാക്കി. ഓരോ റവന്യൂ ഡിവിഷനും അദ്ദേഹം സർവാധികാരി എന്ന ഉദ്യോഗസ്ഥൻ്റെ കീഴിലാക്കി. അദ്ദേഹം റവന്യൂ പിരിവ് ചിട്ടപ്പെടുത്തുകയും കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുകയും ചെയ്തു. കൃഷിയോഗ്യമായ തരിശു നിലങ്ങളിൽ അദ്ദേഹം കൃഷിയിറക്കുന്നതിന് നേതൃത്വം നൽകി. ദിവാൻ പദവി ഏറ്റെടുത്ത തിരുവിതാംകൂറിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു രാജാ കേശവദാസ്. മോണിങ്ടൺ പ്രഭു കേശവദാസിന്റെ സ്തുത്യർഹമായ സേവനത്തിന് രാജ എന്ന പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വലിയ ദിവാൻജി എന്നാണ് വിളിച്ചു വന്നിരുന്നത്. രാജാ കേശവദാസിന്റെ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ വലിയ ദിവാൻജി എന്ന പേരിലാണ് വിളിച്ചു വരുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാരിൽ അടുത്തതായി അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിലെ ദുർബലനായ രാജാവ് എന്നാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദളവ ആയിരുന്നത് വേലുത്തമ്പിയാണ്. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച രാജാവ് ഇദ്ദേഹമാണ്. തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമാണ്. ഒപ്പുവെച്ച വർഷം 1805. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചത് 1805. മെക്കാലെ പ്രഭു തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് ആയത് അവിട്ടം തിരുനാളിന്റെ കാലത്താണ്. ഇദ്ദേഹത്തിന്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ കാവൽ എന്ന പേരിൽ പോലീസ് സംവിധാനത്തിന് തുടക്കം കുറിച്ചതും ഇദ്ദേഹമാണ്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് വേലുത്തമ്പി ദളവ. ജനിച്ചത് 1765 തലക്കുളത്ത് വീട്ടിൽ. വീട്. വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത് വേലുത്തമ്പി ദളവയാണ്.
ഇദ്ദേഹമാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത്. വേലുത്തമ്പി ദളവയാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത്. ഇദ്ദേഹം സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ പ്രധാന കേന്ദ്രങ്ങളിൽ പ്രതിവാര ദ്വൈവാര വിപണികൾ സ്ഥാപിച്ചു. വേലുത്തമ്പി ദളവ പ്രധാന കേന്ദ്രങ്ങളിൽ പ്രതിവാര ദ്വൈവാര വിപണികൾ സ്ഥാപിച്ചു. ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, ആലങ്ങാട് എന്നിവയായിരുന്നു പ്രധാന വിപണികൾ. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ തീയതി 1809 ജനുവരി 11. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ തീയതി 1809 ജനുവരി 11. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്ര സന്നിധി. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്ര സന്നിധി. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് 1809 മാർച്ച് 29. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് 1809 മാർച്ച് 29. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ വെച്ചാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ബ്രിട്ടീഷുകാർ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിൽ കെട്ടിത്തൂക്കി. വേലുത്തമ്പി ദളവയുടെ മൃതദേഹം ബ്രിട്ടീഷുകാർ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിൽ കെട്ടിത്തൂക്കി. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയത്തിലാണ്. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിൽ. വേമ്പനാട്ട് കായലിലെ പാതിരാമണ ദ്വീപ് കൃഷിയോഗ്യമാക്കിയത് വേലുത്തമ്പിയുടെ നേതൃത്വത്തിലാണ്. വേമ്പനാട്ട് കായലിലെ പാതിരാമണ ദ്വീപ് കൃഷിയോഗ്യമാക്കിയത് വേലുത്തമ്പിയുടെ നേതൃത്വത്തിലാണ്. തിരുവിതാംകൂർ ഭരണാധികാരികളിൽ അടുത്തതായി റാണി ഗൗരി ലക്ഷ്മിഭായി. റാണി ഗൗരി ലക്ഷ്മിഭായി ആധുനിക തിരുവിതാംകൂറിന്റെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായി. ആധുനിക തിരുവിതാംകൂറിന്റെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായി. കേണൽ മൺട്രോ തിരുവിതാംകൂർ ദിവാനായത് റാണിയുടെ കാലത്താണ്. കേണൽ മൺട്രോ തിരുവിതാംകൂർ ദിവാനായത് റാണിയുടെ ഭരണകാലത്താണ്. ദിവാൻ പദവിയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനായിരുന്നു കേണൽ മൺട്രോ. ദിവാൻ പദവിയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനായിരുന്നു കേണൽ മൺട്രോ. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായിയാണ്. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായി ആയിരുന്നു. 1811 സെപ്റ്റംബർ മാസത്തിലാണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത്. അടിമത്തം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായി. അടിമത്തം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായി. അടിമത്തം നിർത്തലാക്കിയ തീയതി 1812 ഡിസംബർ 5. 1812 ഡിസംബർ 5. തിരുവിതാംകൂറിൽ പാശ്ചാത്യ ചികിത്സാ സംവിധാനം കൊണ്ടുവന്നതും ജന്മിമാർക്ക് പട്ടയം നൽകി വാക്സിനേഷൻ വകുപ്പ് ആരംഭിച്ചു. ഇവയാണ് റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ പ്രധാന പരിഷ്കാരങ്ങൾ. തിരുവിതാംകൂറിൽ പാശ്ചാത്യ ചികിത്സാ സംവിധാനം കൊണ്ടുവന്നു, ജന്മിമാർക്ക് പട്ടയം നൽകി, വാക്സിനേഷൻ വകുപ്പ് ആരംഭിച്ചു എന്നിവയാണ് റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ പ്രധാന പരിഷ്കാരങ്ങൾ. തിരുവിതാംകൂർ ചരിത്രത്തിലെ മറ്റൊരു പ്രധാന വ്യക്തിയാണ് ഉമ്മിണിത്തമ്പി. ഉമ്മിണിത്തമ്പി വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായ വ്യക്തിയാണ് ഉമ്മിണിത്തമ്പി. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാൻ ആയ വ്യക്തിയാണ് ഉമ്മിണിത്തമ്പി. കാവൽ എന്ന സംവിധാനം നിലവിൽ വന്നത് ഉമ്മിണിത്തമ്പിയുടെ കാലത്താണ്. കാവൽ എന്ന സംവിധാനം നിലവിൽ വന്നത് ഉമ്മിണിത്തമ്പിയുടെ കാലത്താണ്. എല്ലാ ജില്ലകളിലും ഇദ്ദേഹം ജയിലുകൾ സ്ഥാപിക്കാൻ നേതൃത്വം നൽകി. എല്ലാ ജില്ലകളിലും ജയിലുകൾ സ്ഥാപിക്കാൻ ഇദ്ദേഹം നേതൃത്വം നൽകി. ഇൻസുവാഫ് കച്ചേരികൾ എന്ന പേരിൽ 4 കോടതികൾ സ്ഥാപിക്കുകയും നായർ ജഡ്ജിമാരെയും ആവശ്യത്തിന് ജീവനക്കാരെയും നിയമിക്കുകയും ചെയ്തു. ഇൻസുവാഫ് കച്ചേരികൾ എന്ന പേരിൽ ഇദ്ദേഹം 4 കോടതികൾ സ്ഥാപിക്കുകയും നായർ ജഡ്ജിമാരെയും ആവശ്യത്തിന് ജീവനക്കാരെയും നിയമിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തിനും നെയ്യാറ്റിൻകരയ്ക്കും ഇടയിലുള്ള കാട് വെട്ടിത്തെളിച്ച് ധാരാളം നെയ്ത്തുകാരെ ഇദ്ദേഹം ആ പ്രദേശത്ത് പാർപ്പിച്ചു.
ഇങ്ങനെ വളർന്നു വന്ന കൊച്ചു പട്ടണമാണ് ബാലരാമപുരം. തിരുവനന്തപുരത്തിനും നെയ്യാറ്റിൻകരയ്ക്കും ഇടയിലുള്ള കാട് വെട്ടിത്തെളിച്ച് ധാരാളം നെയ്ത്തുകാരെ ആ പ്രദേശത്ത് ഇദ്ദേഹം പാർപ്പിച്ചു. ഇങ്ങനെ വളർന്നു വന്ന കൊച്ചു പട്ടണമാണ് ബാലരാമപുരം. തിരുവിതാംകൂറിന്റെ പ്രധാന തുറമുഖമായി വിഴിഞ്ഞത്തെ വികസിപ്പിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയത് ഉമ്മിണിത്തമ്പിയുടെ നേതൃത്വത്തിലാണ്. തിരുവിതാംകൂറിന്റെ പ്രധാന തുറമുഖമായി വിഴിഞ്ഞത്തെ വികസിപ്പിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയത് ഉമ്മിണിത്തമ്പിയുടെ കാലത്താണ്. തിരുവിതാംകൂർ രാഷ്ട്രീയത്തിലെ മറ്റൊരു പ്രധാന വ്യക്തിയാണ് കേണൽ മൺറോ. ഉമ്മിണിത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായ വ്യക്തിയാണ് കേണൽ മൺറോ. ഇന്നത്തെ രീതിയിലുള്ള സെക്രട്ടേറിയറ്റ് ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് മൺറോ. നേതൃത്വം നൽകിയ വ്യക്തിയാണ് കേണൽ മൺറോ. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനാണ് കേണൽ മൺറോ. കൊച്ചിയിലെ ആദ്യ ദിവാൻ ആയിരുന്ന വ്യക്തിയും കേണൽ മൺറോയാണ്. തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാനാണ് കേണൽ മൺറോ. ആദ്യമായി തഹസീൽദാർ എന്ന പദവി കൊണ്ടുവന്നതും മൺറോയാണ്. ചട്ടവരിയോലകൾ എന്ന പേരിൽ 1811 ഭരണഘടന ഇദ്ദേഹം കൊണ്ടുവന്നു. തിരുവിതാംകൂറിൽ ദേവസ്വം വകുപ്പ് സ്ഥാപിച്ചതും കേണൽ മൺറോയാണ്. ബ്രിട്ടീഷ് മാതൃകയിലെ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് കേണൽ മൺറോ. ഇദ്ദേഹമാണ് തന്നാദാർദ് എന്ന പേരിൽ പോലീസ് സേന രൂപീകരിച്ചു. അടിമത്തം നിർത്തലാക്കിയ സമയത്ത് ദിവാൻ കേണൽ മൺറോ ആയിരുന്നു. തിരുവിതാംകൂർ ഭരണാധികാരികളിൽ അടുത്ത പ്രധാന വ്യക്തി റാണി ഗൗരി പാർവതിഭായി. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി. കയറ്റിറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കി. ലണ്ടൻ മിഷണറി സൊസൈറ്റി 1816 നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചത് റാണി ഗൗരി പാർവതിഭായിയുടെ കാലത്താണ്. ആദ്യമായി കാപ്പി കൃഷി ആരംഭിച്ചതും റാണിയുടെ കാലത്താണ്. റാണി ഗൗരി പാർവതിഭായിയുടെ കാലത്താണ്. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വീട് ഓടുമേയുന്നതിനുള്ള അവകാശം നൽകിയത് റാണി ഗൗരി പാർവതിഭായിയാണ്. ജാഫ്നയിൽ നിന്നും പുകയില ഇറക്കുമതി ചെയ്യാൻ കരാർ ഉറപ്പിച്ചതും റാണിയുടെ കാലത്താണ്. 1821 കോട്ടയത്തെ CMS പ്രസ് സ്ഥാപിച്ചതും 1823 പൊതുമരാമത്ത് വകുപ്പ് തിരുവിതാംകൂറിൽ ആരംഭിച്ചതും റാണി ഗൗരി പാർവതിഭായിയുടെ കാലത്താണ്. 1821 കോട്ടയത്തെ CMS പ്രസ് സ്ഥാപിച്ചതും 1823 പൊതുമരാമത്ത് വകുപ്പ് തിരുവിതാംകൂറിൽ ആരംഭിച്ചതും റാണി ഗൗരി പാർവതിഭായിയുടെ കാലത്താണ്. വേലി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ച് പാർവതി പുത്തനാർ പണിതത് റാണിയുടെ കാലത്താണ്. കൊല്ലത്തെ തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായി ആയിരുന്നു.
സ്വർണം ധരിക്കുന്നതിനുള്ള ഫീസായ അടിയറപ്പണം നിർത്തലാക്കിയത് റാണി ഗൗരി പാർവതിഭായിയുടെ കാലത്താണ്. സ്വർണം ധരിക്കുന്നതിനുള്ള ഫീസായ അടിയറപ്പണം നിർത്തലാക്കിയത് റാണിയുടെ കാലത്താണ്. 1815 തിരുവിതാംകൂറിന്റെ ആസ്ഥാന കവിയായി ഇരയിമ്മൻ തമ്പിയെ നിയമിച്ചത് റാണി ഗൗരി പാർവതിഭായിയാണ്. 1815 തിരുവിതാംകൂറിന്റെ ആസ്ഥാന കവിയായി ഇരയിമ്മൻ തമ്പിയെ നിയമിച്ചത് റാണി ഗൗരി പാർവതിഭായി ആയിരുന്നു. 1815 കേണൽ മൺറോ ഊഴിയവേല, അതായത് നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്ന സമ്പ്രദായം നിർത്തലാക്കി. 1815 റാണി ഗൗരി പാർവതിഭായിയുടെ കാലത്താണ് കേണൽ മൺറോ ഊഴിയവേല അഥവാ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്ന സമ്പ്രദായം നിർത്തലാക്കിയത്. തിരുവിതാംകൂർ രാജാക്കന്മാരിൽ അടുത്തതായി സ്വാതി തിരുനാൾ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നാണ് അറിയപ്പെടുന്നത്. സ്വാതി തിരുനാളിന്റെ കാലഘട്ടം തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നാണ് അറിയപ്പെടുന്നത്. ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ, സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ ഇദ്ദേഹം അറിയപ്പെടുന്നു. ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ, സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ സ്വാതി തിരുനാൾ അറിയപ്പെടുന്നു. സ്വാതി തിരുനാളിന്റെ യഥാർത്ഥ പേര് രാമവർമ്മ. സ്വാതി തിരുനാളിന്റെ യഥാർത്ഥ പേര് രാമവർമ്മ. മോഹിനിയാട്ടത്തെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് സ്വാതി തിരുനാൾ. മോഹിനിയാട്ടത്തെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് 1834 സ്വാതി തിരുനാളിന്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് 1834 സ്വാതി തിരുനാളിന്റെ കാലത്താണ്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാളിന്റെ കാലത്ത് 1835 ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാളിന്റെ കാലത്ത് 1835. തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടത്തിയത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടത്തിയത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യവും തിരുവിതാംകൂറാണ്. വർഷം 1836. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യം തിരുവിതാംകൂറാണ്. വർഷം 1836. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന്റെ സമയത്ത് ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നു കല്ലൻ സാഹിബ്. സ്വാതി തിരുനാളിന്റെ സമയത്ത് ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നു കല്ലൻ സാഹിബ്. തിരുവിതാംകൂർ സൈന്യത്തെ നായർ ബ്രിഗേഡ് എന്ന പേര് നൽകി പുനഃസംഘടിപ്പിച്ചത് ഇദ്ദേഹമാണ്. തിരുവിതാംകൂർ സൈന്യത്തെ നായർ ബ്രിഗേഡ് എന്ന പേര് നൽകി പുനഃസംഘടിപ്പിച്ചത് സ്വാതി തിരുനാളാണ്. 1954 ഇത് ഇന്ത്യൻ കരസേനയുടെ ഭാഗമാവുകയും മദ്രാസ് റെജിമെന്റിന്റെ 9ാം ബറ്റാലിയൻ എന്ന് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. 1954 ഇത് ഇന്ത്യൻ കരസേനയുടെ ഭാഗമാവുകയും മദ്രാസ് റെജിമെന്റിന്റെ 9ാം ബറ്റാലിയൻ എന്ന് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. സ്വാതി തിരുനാളിന്റെ സദസ്സിലെ സംഗീതജ്ഞർ ആയിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാർ, മേരുസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതർ. സ്വാതി തിരുനാളിന്റെ സദസ്സിലെ സംഗീതജ്ഞരായിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാർ, മേരുസ്വാമി, മുത്തുസ്വാമികൾ. കുതിരമാളിക പണികഴിപ്പിച്ചത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. കുതിരമാളിക പണികഴിപ്പിച്ചത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. എല്ലാ വർഷവും ഇവിടെ വെച്ചാണ് സ്വാതി സംഗീതോത്സവം നടക്കുന്നത്. എല്ലാ വർഷവും സ്വാതി സംഗീതോത്സവം നടക്കുന്നത് കുതിരമാളികയിൽ വെച്ചാണ്. തിരുവിതാംകൂറിൽ മുനിസിഫ് കോടതികൾ സ്ഥാപിച്ചത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ മുനിസിഫ് കോടതികൾ സ്ഥാപിച്ചത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. നേപ്പിയർ മ്യൂസിയം, തിരുവനന്തപുരം വാനനിരീക്ഷണശാല, തിരുവനന്തപുരം മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ്, തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി, തിരുവനന്തപുരം ഗവൺമെന്റ് പ്രസ് എന്നിവ സ്ഥാപിച്ചത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്.
നേപ്പിയർ മ്യൂസിയം, തിരുവനന്തപുരം വനനിരീക്ഷണശാല, തിരുവനന്തപുരം മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ്, തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി, തിരുവനന്തപുരം ഗവൺമെന്റ് പ്രസ് എന്നിവ സ്ഥാപിച്ചത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ തിരുവിതാംകൂർ രാജാവും സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിലെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ വ്യക്തിയും സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ സ്വാതി തിരുനാൾ നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചത് 1837. 1837 തിരുവിതാംകൂറിൽ സ്വാതി തിരുനാൾ നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചത്. സ്വാതി തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരായിരുന്നു തഞ്ചാവൂർ നാൽവർ. സ്വാതി തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരായിരുന്നു തഞ്ചാവൂർ നാൽവർ. സ്വാതി തിരുനാളിന്റെ പ്രധാന കൃതികളാണ് ഭക്തമഞ്ജരി, ഉത്സവ പ്രബന്ധം, പത്മനാഭ ശതകം, സ്യാനന്ദപുര വർണ്ണപ്രബന്ധം എന്നിവ. സ്വാതി തിരുനാളിന്റെ പ്രധാന കൃതികളാണ് ഭക്തമഞ്ജരി, ഉത്സവ പ്രബന്ധം, പത്മനാഭ ശതകം, സ്യാനന്ദപുര വർണ്ണപ്രബന്ധം എന്നിവ. ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പാക്കിയത് സ്വാതി തിരുനാളിന്റെ കാലത്ത് 1837. ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് സ്വാതി തിരുനാളിന്റെ കാലത്ത് 1837. നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി ഉത്സവം ആരംഭിച്ചത് സ്വാതി തിരുനാളാണ്. നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി ഉത്സവം സംഘടിപ്പിച്ചത് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാൾ എന്ന പേരിൽ സിനിമ സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രനാണ്. സ്വാതി തിരുനാൾ എന്ന പേരിൽ സിനിമ സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രൻ. 1846 ഡിസംബർ 27 33-ാമത്തെ വയസ്സിൽ സ്വാതി തിരുനാൾ മരണമടഞ്ഞു. 1846 ഡിസംബർ 27 33-ാമത്തെ വയസ്സിൽ സ്വാതി തിരുനാൾ മരണമടഞ്ഞു. തിരുവിതാംകൂർ ഭരണാധികാരികളിൽ അടുത്തതായി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭരണ സൗകര്യത്തിനായി തിരുവിതാംകൂറിനെ പത്മനാഭപുരം, കൊല്ലം, തിരുവനന്തപുരം, ചേർത്തല എന്നീ 4 വിഭാഗങ്ങളാക്കി തിരിച്ചു. ഭരണ സൗകര്യത്തിനായി തിരുവിതാംകൂറിനെ പത്മനാഭപുരം, കൊല്ലം, തിരുവനന്തപുരം, ചേർത്തല എന്നീ 4 വിഭാഗങ്ങളാക്കി തിരിച്ചു. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്കായി സ്കൂൾ സ്ഥാപിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ഇത് ഇപ്പോൾ കോട്ടൺ ഹിൽ എന്നറിയപ്പെടുന്നു. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്കായി സ്കൂൾ സ്ഥാപിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ഇത് ഇപ്പോൾ കോട്ടൺ ഹിൽ എന്നറിയപ്പെടുന്നു. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം വേല നിർത്തലാക്കിയത് ഉത്രം തിരുനാളിന്റെ കാലത്താണ്. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം വേല നിർത്തലാക്കിയത് ഉത്രം തിരുനാളിന്റെ കാലത്താണ്. കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് 1857 സ്ഥാപിതമായതും ആദ്യ കയർ ഫാക്ടറി ഡാറാസ് മിൽ 1859 സ്ഥാപിതമായതും ഇദ്ദേഹത്തിന്റെ കാലത്ത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് 1857 സ്ഥാപിതമായതും കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറിയായ ഡാറാസ് മിൽ 1859 ആലപ്പുഴയിൽ സ്ഥാപിതമായതും ഉത്രം തിരുനാളിന്റെ കാലത്താണ്. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാളാണ്. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ കാലമാണ്. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ കാലമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് ഉത്രം തിരുനാളായിരുന്നു തിരുവിതാംകൂർ രാജാവ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് ഉത്രം തിരുനാളായിരുന്നു തിരുവിതാംകൂർ രാജാവ്. തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരിയും ഉത്രം തിരുനാളാണ്. തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരിയും ഉത്രം തിരുനാളാണ്. ആയില്യം തിരുനാൾ രാമവർമ്മ. ആയില്യം തിരുനാൾ രാമവർമ്മ
തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന് കൈസർ ഇ ഹിന്ദ് എന്ന പദവി ലഭിച്ച രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന് കൈസർ ഇ ഹിന്ദ് എന്ന പദവി ലഭിച്ച രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിന് ഇദ്ദേഹത്തിന്റെ കാലത്ത് മാതൃകാ സംസ്ഥാനം എന്ന പദവി ലഭിച്ചു. തിരുവിതാംകൂറിന് ഇദ്ദേഹത്തിന്റെ കാലത്ത് മാതൃകാ സംസ്ഥാനം എന്ന പദവി ലഭിച്ചു. തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം 1865 പുറപ്പെടുവിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം 1865 പുറപ്പെടുവിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ഇതുവഴി കുടിയാന് സർക്കാർ പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു. പണ്ടാരപ്പാട്ട വിളംബരം വഴി കുടിയാന് സർക്കാർ പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു. ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി നേടിയ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവിയിൽ നേടിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. പദവി ലഭിച്ച വർഷം 1866. 1867 ജന്മി കുടിയാൻ വിളംബരം അഥവാ കാണാപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചതും ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. 1867 ജന്മി കുടിയാൻ വിളംബരം അഥവാ കാണാപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. സന്ദിഷ്ടവാദി പത്രം കണ്ടുകെട്ടിയ കാലത്തെ തിരുവിതാംകൂർ രാജാവും ഇദ്ദേഹമായിരുന്നു. സന്ദിഷ്ടവാദി പത്രം കണ്ടുകെട്ടിയ കാലത്തെ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മയായിരുന്നു. ആദ്യമായി തിരുവിതാംകൂർ കണ്ടുകെട്ടിയ പത്രമാണ് സന്ദിഷ്ടവാദി. തിരുവിതാംകൂറിൽ ആദ്യമായി കണ്ടുകെട്ടിയ പത്രമാണ് സന്ദിഷ്ടവാദി. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ തടവിലാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവും ആയില്യം തിരുനാളായിരുന്നു. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ തടവിലാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവും ആയില്യം തിരുനാൾ രാമവർമ്മയായിരുന്നു. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. സെക്രട്ടേറിയറ്റിന്റെ ശില്പി വില്യം ബാർട്ടനും ഇതിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് ദിവാനായിരുന്ന ടി മാധവറാവുമായിരുന്നു. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാർട്ടനും നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് ദിവാനായിരുന്ന ടി മാധവറാവും ആയിരുന്നു. സർക്കാർ അഞ്ചൽ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. സർക്കാർ അഞ്ചൽ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. വർഷം 1861. 1861. കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി, മാനസികാരോഗ്യ ആശുപത്രി, പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ചത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി, മാനസികാരോഗ്യ ആശുപത്രി, പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ചത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. ആലപ്പുഴയിലെ വിളക്കുമാടം, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, ആർട്സ് കോളേജ്, ലോ കോളേജ് എന്നിവയും സ്ഥാപിച്ചത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. ആയില്യം തിരുനാളിന്റെ കാലത്ത് സ്ഥാപിച്ചവയാണ് ആലപ്പുഴയിലെ വിളക്കുമാടം, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, ആർട്സ് കോളേജ്, ലോ കോളേജ് എന്നിവ. പുനലൂർ തൂക്കുപാലം, വർക്കല തുരങ്കം, ശംഖുമുഖം കൊട്ടാരം എന്നിവ പണികഴിപ്പിച്ച സമയത്തെ രാജാവും ആയില്യം തിരുനാളായിരുന്നു. പുനലൂർ തൂക്കുപാലം, വർക്കല തുരങ്കം, ശംഖുമുഖം കൊട്ടാരം എന്നിവ പണികഴിപ്പിച്ച സമയത്തെ രാജാവും ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. വർക്കല തുരങ്കം, ശംഖുമുഖം കൊട്ടാരം എന്നിവ പണികഴിപ്പിച്ചത് ആയില്യം തിരുനാളിന്റെ ദിവാനായിരുന്ന ശേഷയ്യ ശാസ്ത്രികളാണ്. വർക്കല തുരങ്കം, ശംഖുമുഖം കൊട്ടാരം എന്നിവ പണികഴിപ്പിച്ച സമയത്തെ ദിവാൻ ആയില്യം തിരുനാളിന്റെ ദിവാനായിരുന്ന ശേഷയ്യ ശാസ്ത്രികളാണ്. തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ്. തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവും ആയില്യം തിരുനാളാണ്. ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവും ആയില്യം തിരുനാളാണ്. മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിന്റെ ശാകുന്തളം പരിഭാഷയോട് കൂടിയാണ്. മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിന്റെ ശാകുന്തളം പരിഭാഷയോട് കൂടിയാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ.
കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരിയായിരുന്നു ആയില്യം തിരുനാൾ. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരിയും ആയില്യം തിരുനാളാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരിയും ആയില്യം തിരുനാളാണ്. ഒന്നുകൂടി നോക്കാം. തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന് കൈസർ ഇ ഹിന്ദി എന്ന പദവി ലഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിന് ഇദ്ദേഹത്തിന്റെ കാലത്ത് മാതൃകാ സംസ്ഥാനം എന്ന പദവി ലഭിച്ചു. തിരുവിതാംകൂറിന്റെ മാഗ്നക്കട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പട്ട വിളംബരം 1865 പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. ഇതുവഴി കുടിയാന് സർക്കാർ പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു. സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവും ആയില്യം തിരുനാളാണ്. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി നേടിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. മഹാരാജ എന്ന പദവി ലഭിച്ച വർഷം 1866. 1867 ജന്മി കുടിയാൻ വിളംബരം അഥവാ കാണാപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചതും ഇദ്ദേഹത്തിന്റെ കാലത്താണ്. സന്ദിഷ്ടവാദി പത്രം കണ്ടുകിട്ടിയ തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമായിരുന്നു. തിരുവിതാംകൂറിൽ ആദ്യമായി കണ്ടുകിട്ടിയ പത്രമാണ് സന്ദിഷ്ടവാദി. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ തടവിലാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവും ആയില്യം തിരുനാളാണ്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ഇതിന്റെ ശില്പി വില്യം ബാർട്ടനും നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചത് ദിവാൻ ടി രാമറാവുമായിരുന്നു. സർക്കാർ അഞ്ചൽ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. വർഷം 1861. കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി, മാനസികാരോഗ്യ ആശുപത്രി, പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ചത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. ആലപ്പുഴയിലെ വിളക്കുമാടം, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, ആർട്സ് കോളേജ്, ലോ കോളേജ് എന്നിവയും സ്ഥാപിച്ചത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. പുനലൂർ തൂക്കുപാലം, വർക്കല തുരങ്കം, ശംഖുമുഖം കൊട്ടാരം എന്നിവ പണികഴിപ്പിച്ച സമയത്തെ രാജാവും ഇദ്ദേഹമായിരുന്നു. വർക്കല തുരങ്കം, ശംഖുമുഖം കൊട്ടാരം എന്നിവ പണികഴിപ്പിച്ചത് ആയില്യം തിരുനാളിന്റെ ദിവാനായിരുന്ന ശേഷയ്യ ശാസ്ത്രികളാണ്. തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ്. മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിന്റെ ശാകുന്തളം പരിഭാഷയോട് കൂടിയാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരി ആയില്യം തിരുനാളാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരിയും ആയില്യം തിരുനാളാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരിൽ അടുത്തതായി വിശാഖം തിരുനാൾ രാമവർമ്മ. വിശാഖം തിരുനാൾ രാമവർമ്മ കൃഷിയെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ച രാജാവ് വിശാഖം തിരുനാളാണ്. കൃഷിയെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ച രാജാവ് വിശാഖം തിരുനാളാണ്. പണ്ഡിതനായ തിരുവിതാംകൂർ രാജാവ് എന്നറിയപ്പെടുന്നത് വിശാഖം തിരുനാളാണ്. പണ്ഡിതനായ തിരുവിതാംകൂർ രാജാവ് എന്നറിയപ്പെടുന്നത് വിശാഖം തിരുനാളാണ്. മരച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമാണ്. അത്യുൽപാദന ശേഷിയുള്ള ഒരു മരച്ചീനി ഇനത്തിന് ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ശ്രീ വിശാഖ് എന്ന് പേര് നൽകിയിരിക്കുന്നു. മരച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകിയ രാജാവാണ് വിശാഖം തിരുനാള്. അതുകൊണ്ട് അത്യുൽപാദന ശേഷിയുള്ള ഒരു മരച്ചീനി ഇനത്തിന് ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ശ്രീ വിശാഖ് എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ചതും കൊല്ലത്ത് കോട്ടൺ മിൽ ആരംഭിച്ചതും ഇദ്ദേഹത്തിന്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ചതും കൊല്ലത്ത് കോട്ടൺ മിൽ ആരംഭിച്ചതും വിശാഖം തിരുനാളിന്റെ കാലത്താണ്. കോട്ടയം പട്ടണം പണികഴിപ്പിച്ചതും ഇദ്ദേഹത്തിന്റെ കാലത്താണ്. കോട്ടയം നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ടി രാമറാവു. കോട്ടയം നഗരം പണികഴിപ്പിച്ചത് വിശാഖം തിരുനാളിന്റെ കാലത്താണ്. കോട്ടയം നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ടി രാമറാവു. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമാണ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമാണ്. കരാറിനെ എന്റെ ഹൃദയരക്തം കൊണ്ട് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച രാജാവും വിശാഖം തിരുനാളാണ്. മുല്ലപ്പെരിയാർ കരാറിനെ എന്റെ ഹൃദയരക്തം കൊണ്ട് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവും വിശാഖം തിരുനാളാണ്. തടവിലായിരുന്ന കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ മോചിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. തടവിലായിരുന്ന കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ മോചിപ്പിച്ചത് വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. തിരുവിതാംകൂർ രാജാക്കന്മാരിൽ അടുത്തതായി ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാൾ 1888 ശ്രീമൂലം പ്രജാ കൗൺസിൽ എന്ന പേരിൽ ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. 1888 ശ്രീമൂലം പ്രജാ കൗൺസിൽ എന്ന പേരിൽ
ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന് 1891 ജനുവരി 1 തീയതി. 1891 ജനുവരി 1 തീയതിയാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ച ആകെ അംഗങ്ങൾ 10,028. മലയാളി മെമ്മോറിയലിൽ ആകെ ഒപ്പുവെച്ചത് 10,028 പേർ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. 1896 ജന്മിക്കുടിയാൻ റെഗുലേഷൻ പാസാക്കി. ജന്മിക്കുടിയാൻ റെഗുലേഷൻ പാസാക്കിയത് 1896. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതും ശ്രീമൂലം തിരുനാളിന്റെ കാലത്തായിരുന്നു. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതും ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 13,176 പേർ ഒപ്പിട്ട നിവേദനം സമർപ്പിച്ചത് 1896 സെപ്റ്റംബർ 3 ആയിരുന്നു. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതും ശ്രീമൂലം തിരുനാളിനായിരുന്നു. ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 13,176 പേർ ഒപ്പിട്ട നിവേദനം സമർപ്പിച്ചത് 1896 സെപ്റ്റംബർ 3 പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്തെ രാജാവ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്തെ രാജാവ്. ശ്രീമൂലം പ്രജാസഭ രൂപീകരിക്കപ്പെട്ടതും ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ശ്രീമൂലം പ്രജാസഭ രൂപീകരിക്കപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. വർഷം 1904. 1904 പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ്. പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ഇദ്ദേഹമായിരുന്നു. പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ഇദ്ദേഹമാണ്. 1924 വൈക്കം സത്യാഗ്രഹ ആരംഭിക്കുന്ന സമയത്തും തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമാണ്. 1925 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവും ഇദ്ദേഹമാണ്. കൃഷിക്കും ജലസേചനത്തിനും പ്രത്യേക വകുപ്പ് ആരംഭിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. കൃഷിക്കും ജലസേചനത്തിനും പ്രത്യേക വകുപ്പ് ആരംഭിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയപ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ഇദ്ദേഹമാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയപ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. 1910 സെപ്റ്റംബർ 26 നാടുകടത്തിയത്. തിരുനെൽവേലിയിലേക്കാണ് നാടുകടത്തിയത്. 1910 സെപ്റ്റംബർ 26 നാടുകടത്തിയത് തിരുനെൽവേലിയിലേക്കാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. സന്ദർശന സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നത് ഇദ്ദേഹമാണ്. സന്ദർശന സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നത് ഇദ്ദേഹമാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിന്റെ കാലത്താണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിന്റെ കാലത്താണ്. കനകക്കുന്ന് കൊട്ടാരം, BJT ഹാൾ, തിരുവനന്തപുരം വനിതാ കോളേജ്, തിരുവനന്തപുരം സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ് എന്നിവ സ്ഥാപിച്ചതും ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. കനകക്കുന്ന് കൊട്ടാരം, BJT ഹാൾ, തിരുവനന്തപുരം വനിതാ കോളേജ്, തിരുവനന്തപുരം സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ് എന്നിവ സ്ഥാപിച്ചതും ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. തിരുവനന്തപുരത്ത് ഫിംഗർ പ്രിന്റ് ബ്യൂറോ, പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല എന്നിവ സ്ഥാപിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. തിരുവനന്തപുരത്ത് ഫിംഗർ പ്രിന്റ് ബ്യൂറോ, പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല എന്നിവ സ്ഥാപിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈനായ ചെങ്കോട്ട കൊല്ലം ആരംഭിക്കുമ്പോൾ രാജാവ് ഇദ്ദേഹമായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈനായ ചെങ്കോട്ട കൊല്ലം ആരംഭിക്കുമ്പോൾ രാജാവ് ഇദ്ദേഹമായിരുന്നു. വനിതകൾക്ക് വോട്ടവകാശം നൽകിയത് ശ്രീമൂലം തിരുനാളാണ്. വനിതകൾക്ക് വോട്ടവകാശം നൽകിയത് ശ്രീമൂലം തിരുനാളാണ്. സംസ്കൃത ഭാഷയുടെ വികസനത്തിനായി ഹസ്തലിഖിത ലൈബ്രറി എന്ന പേരിൽ ഒരു വായനശാല ആരംഭിച്ചു. ഒന്നുകൂടി നോക്കാം. വിശാഖം തിരുനാൾ രാമവർമ്മ. കൃഷിയെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ച രാജാവാണ് വിശാഖം തിരുനാൾ രാമവർമ്മ. പണ്ഡിതനായ തിരുവിതാംകൂർ രാജാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. മരച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകിയ രാജാവ്. അത്യുൽപാദന ശേഷിയുള്ള ഒരു മരച്ചീനി ഇനത്തിന് ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ശ്രീ വിശാഖ് എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ചതും കൊല്ലത്ത് കോട്ടൺ മിൽ ആരംഭിച്ചതും ഇദ്ദേഹത്തിന്റെ കാലത്താണ്. കോട്ടയം പട്ടണം പണികഴിപ്പിച്ചതും ഇദ്ദേഹത്തിന്റെ കാലത്താണ്. കോട്ടയം നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് T. രാമറാവു. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് കരാറിനെ എന്റെ ഹൃദയരക്തം കൊണ്ട് എഴുതിയത് എന്ന് വിശേഷിപ്പിച്ചത് വിശാഖം തിരുനാൾ രാമവർമ്മയാണ്.
തടവിലാക്കപ്പെട്ട കേരളവർമ്മ വലിയകോയി തമ്പുരാനെ മോചിപ്പിച്ചതും ഇദ്ദേഹമാണ്. അടുത്തത് ശ്രീമൂലം തിരുനാൾ. 1888 ശ്രീമൂലം പ്രജാ കൗൺസിൽ എന്ന പേരിൽ ഒരു നിയമനിർമ്മാണ കൗൺസിൽ രൂപീകരിച്ചു. 1888 ശ്രീമൂലം പ്രജാ കൗൺസിൽ എന്ന പേരിൽ ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത് ശ്രീമൂലം തിരുനാളാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. തീയതി 1891 ജനുവരി 1. ഇതിലാകെ ഒപ്പുവെച്ചവർ 10,028 പേരും ബന്ധപ്പെട്ട മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നതും. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. സമർപ്പിച്ച തീയതി 1891 ജനുവരി 1. ആകെ ഒപ്പുവെച്ചവർ 10,028. 1896 ജന്മി കുടിയാൻ റെഗുലേഷൻ പാസാക്കി. 1896 ജന്മി കുടിയാൻ റെഗുലേഷൻ പാസാക്കി. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതും ശ്രീമൂലം തിരുനാളിനാണ്. ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ 13,176 പേർ ഒപ്പിട്ട നിവേദനം സമർപ്പിച്ചത് 1896 സെപ്റ്റംബർ 3. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്തെ രാജാവ് 1886. ശ്രീമൂലം പ്രജാസഭ രൂപീകരിക്കപ്പെട്ടതും ഇദ്ദേഹത്തിന്റെ കാലത്താണ്. വർഷം 1904. പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമായിരുന്നു. പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമാണ്. പ്രക്ഷോഭം നടന്ന വർഷം 1919. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് ഇദ്ദേഹമായിരുന്നു ഭരണാധികാരി. കൃഷിക്കും ജലസേചനത്തിനും പ്രത്യേക വകുപ്പുകൾ ആരംഭിച്ചു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തിയത്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. സന്ദർശന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിന്റെ കാലത്താണ്. കനകക്കുന്ന് കൊട്ടാരം, VJT ഹാൾ, തിരുവനന്തപുരം വനിതാ കോളേജ്, തിരുവനന്തപുരം സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ് എന്നിവ സ്ഥാപിച്ചതും ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. തിരുവനന്തപുരത്ത് ഫിംഗർ പ്രിന്റ് ബ്യൂറോ, പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല എന്നിവ സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈനായ ചെങ്കോട്ട കൊല്ലം ആരംഭിക്കുമ്പോൾ രാജാവ് ഇദ്ദേഹമായിരുന്നു. വനിതകൾക്ക് വോട്ടവകാശം നൽകിയത് ശ്രീമൂലം തിരുനാളാണ്. സംസ്കൃത ഭാഷയുടെ വികസനത്തിനായി ഹസ്തലിഖിത ലൈബ്രറി എന്ന പേരിൽ ഒരു വായനശാല ആരംഭിച്ചു. റാണി സേതുലക്ഷ്മിബായി. റാണി സേതുലക്ഷ്മിബായി ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിബായി. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിബായി. നിർത്തലാക്കിയ വർഷം 1925. ദേവദാസി സമ്പ്രദായം കുടിക്കരി സമ്പ്രദായം എന്ന പേരിലും അറിയപ്പെടുന്നു. ദേവദാസി സമ്പ്രദായം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കുടിക്കരി സമ്പ്രദായം. മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിബായി. മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിബായി. വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മിബായിക്കാണ്. വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മിബായിക്കാണ്. സേതുലക്ഷ്മിബായിയാണ് മൃഗബലി നിരോധിച്ചത്. മൃഗബലി നിരോധിച്ചത് റാണി സേതുലക്ഷ്മിബായിയാണ്. 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിബായി. 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിബായി. മുഴുവൻ സമയ ദിവാൻ പദവി വഹിച്ച ആദ്യ ഹൈന്ദവേതര വ്യക്തിയാണ് M.E. വാട്സ്. മുഴുവൻ സമയ ദിവാൻ പദവി വഹിച്ച ആദ്യ ഹൈന്ദവേതര വ്യക്തിയാണ് M.E. വാട്സ്. ഇത് റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്തായിരുന്നു. ഗാന്ധിജിയുടെ സന്ദർശന വേളയിൽ തിരുവിതാംകൂർ ഭരണാധികാരിയായതും റാണി സേതുലക്ഷ്മിബായിയാണ്. റാണി സേതുലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ് ഗാന്ധിജി തിരുവിതാംകൂർ സന്ദർശിച്ചത്. തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ച ഭരണാധികാരിയാണ് റാണി. തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ച ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിബായി. ശുചീന്ദ്രം സത്യാഗ്രഹം, തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ റാണി സേതുലക്ഷ്മിബായി ആയിരുന്നു ഭരണാധികാരി.
ശുചീന്ദ്ര സത്യാഗ്രഹം, തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ റാണി സേതുലക്ഷ്മിഭായി ആയിരുന്നു ഭരണാധികാരി. തിരുവനന്തപുരം പട്ടണം 1929 വൈദ്യുതീകരിച്ചത് സേതുലക്ഷ്മിഭായിയുടെ കാലത്താണ്. തിരുവനന്തപുരം പട്ടണം 1929 വൈദ്യുതീകരിച്ചത് റാണി സേതുലക്ഷ്മിഭായിയുടെ കാലത്താണ്. ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചതും റാണി സേതുലക്ഷ്മിഭായിയാണ്. ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചതും റാണി സേതുലക്ഷ്മിഭായിയാണ്. സേതുലക്ഷ്മിഭായിയെ പറ്റി ഒന്നുകൂടി നോക്കാം. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിഭായി. നിർത്തലാക്കിയ വർഷം 1925. ഇത് കുടിക്കരി സമ്പ്രദായം എന്ന പേരിലും അറിയപ്പെടുന്നു. മൊക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിഭായി. വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മിഭായിക്കാണ്. മൃഗബലി നിരോധിച്ചതും റാണി സേതുലക്ഷ്മിഭായിയാണ്. 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയും റാണി സേതുലക്ഷ്മിഭായിയാണ്. മുഴുവൻ സമയ ദിവാൻ പദവി വഹിച്ച ആദ്യ ഹൈന്ദവേതര വ്യക്തിയായ M.E. വാട്സ് റാണി സേതുലക്ഷ്മിഭായിയുടെ ഭരണകാലത്തായിരുന്നു. ഗാന്ധിജിയുടെ സന്ദർശന വേളയിൽ തിരുവിതാംകൂർ ഭരണാധികാരിയും റാണി സേതുലക്ഷ്മിഭായി ആയിരുന്നു. റാണിയാണ് തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചത്. ശുചീന്ദ്രം സത്യാഗ്രഹം, തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി റാണി സേതുലക്ഷ്മിഭായി ആയിരുന്നു. തിരുവനന്തപുരം പട്ടണം 1929 വൈദ്യുതീകരിച്ചത് റാണി സേതുലക്ഷ്മിഭായിയുടെ കാലത്താണ്. ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചതും റാണി സേതുലക്ഷ്മിഭായിയാണ്. അടുത്തതായി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ചിത്തിര തിരുനാൾ. പുറപ്പെടുവിച്ച തീയതി 1936 നവംബർ 12. 1936 നവംബർ 12. കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവും ചിത്തിര തിരുനാളാണ്. കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ്, വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് എന്നിവ ചിത്തിര തിരുനാളാണ്. കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവും വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവും ശ്രീ ചിത്തിര തിരുനാളാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവും ചിത്തിര തിരുനാളാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി 1934 ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്, തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ, തിരുവിതാംകൂർ സർവകലാശാല, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ആയുർവേദ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, ശ്രീ ചിത്ര ആർട്ട് ഗാലറി, സ്വാതി തിരുനാൾ സംഗീത കോളേജ്, തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവ ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്, തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ, തിരുവിതാംകൂർ സർവകലാശാല, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ആയുർവേദ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, ശ്രീ ചിത്ര ആർട്ട് ഗാലറി, സ്വാതി തിരുനാൾ സംഗീത കോളേജ്, തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവ ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്തിര തിരുനാളും ആദ്യ വൈസ് ചാൻസലർ സർ C.P. രാമസ്വാമി അയ്യരുമായിരുന്നു. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്തിര തിരുനാളും ആദ്യ വൈസ് ചാൻസലർ സർ C.P. രാമസ്വാമി അയ്യരുമായിരുന്നു. 1932 നിവർത്തന പ്രക്ഷോഭ സമയത്ത് രാജാവ് ചിത്തിര തിരുനാളായിരുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത്. 1932 നിവർത്തന പ്രക്ഷോഭ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത്. തിരുവിതാംകൂറിലെ ആദ്യ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത് ചിത്തിര തിരുനാളിന്റെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത് ചിത്തിര തിരുനാളിന്റെ കാലത്താണ്. പുന്നപ്ര വയലാർ സമരം നടന്നത് ചിത്തിര തിരുനാളിന്റെ കാലത്തും ആ സമയത്തെ ദിവാൻ സർ C.P. രാമസ്വാമി അയ്യരുമായിരുന്നു.
പുന്നപ്ര വയലാർ സമരം നടന്നത് ചിത്തിര തിരുനാളിന്റെ കാലത്തും ആ സമയത്തെ ദിവാൻ സർ CP രാമസ്വാമി അയ്യരുമായിരുന്നു. മാർപ്പാപ്പയെ സന്ദർശിച്ച ഏക തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ്. മാർപ്പാപ്പയെ സന്ദർശിച്ച ഏക തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ്. ഇന്ത്യൻ യൂണിയനുമായി ലയന കരാർ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. ഇന്ത്യൻ യൂണിയനുമായി ലയന കരാർ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ രാജപ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന രാജാവാണ് ചിത്തിര തിരുനാൾ. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ രാജപ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് കവടിയാറിലെ പഞ്ചവടിയിലാണ്. ശ്രീ ചിത്തിര തിരുനാൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കവടിയാറിലെ പഞ്ചവടി. ശ്രീ ചിത്തിര തിരുനാളിന്റെ പ്രതിമയാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ശ്രീ ചിത്തിര തിരുനാളിന്റെ പ്രതിമയാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ളത്. തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ്, കുണ്ടറ കളിമൺ ഫാക്ടറി, ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി എന്നിവ സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്താണ്. തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ്, കുണ്ടറ കളിമൺ ഫാക്ടറി, ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി എന്നിവ സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്താണ്. നിയമനിർമ്മാണ സഭയ്ക്ക് ശ്രീമൂലം അസംബ്ലി എന്ന അധോസഭയും ശ്രീ ചിത്തിര സ്റ്റേറ്റ് കൗൺസിൽ എന്ന ഉപരിസഭയും ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. നിയമനിർമ്മാണ സഭയ്ക്ക് ശ്രീമൂലം അസംബ്ലി എന്ന അധോസഭയും ശ്രീ ചിത്തിര സ്റ്റേറ്റ് കൗൺസിൽ എന്ന ഉപരിസഭയും ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്താണ്. പൊതുഗതാഗത സംവിധാനം ദേശസാൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. പൊതുഗതാഗത സംവിധാനം ദേശസാൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. അത് ചിത്തിര തിരുനാളിന്റെ കാലത്താണ്. 1945 ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ബാങ്ക് ആരംഭിച്ചു. ഇത് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്നറിയപ്പെട്ടു. 1945 ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ബാങ്ക് സ്ഥാപിച്ചു. ഇത് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഒന്നുകൂടി നോക്കാം. തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ഇദ്ദേഹമായിരുന്നു. തീയതി 1936 നവംബർ 12. കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ്, വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് എന്നിവ ശ്രീ ചിത്തിര തിരുനാളാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാളായിരുന്നു. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി ആരംഭിച്ച വർഷം 1934. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്, തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ, തിരുവിതാംകൂർ സർവകലാശാല, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ആയുർവേദ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, ശ്രീ ചിത്ര ആർട്ട് ഗാലറി, സ്വാതി തിരുനാൾ സംഗീത കോളേജ്, തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവ ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്താണ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്തിര തിരുനാളും ആദ്യ വൈസ് ചാൻസലർ സർ CP രാമസ്വാമി അയ്യരുമാണ്. 1932 നിവർത്തന പ്രക്ഷോഭ സമയത്തെ രാജാവ് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. ഇതിന്റെ ഫലമായാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത്. തിരുവിതാംകൂറിലെ ആദ്യ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാളാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന സമയത്തെ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാളും ആ സമയത്തെ ദിവാൻ സർ CP രാമസ്വാമി അയ്യരുമായിരുന്നു. വധശിക്ഷ നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച ആദ്യ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. മാർപ്പാപ്പയെ സന്ദർശിച്ച ഏക തിരുവിതാംകൂർ രാജാവും ഇദ്ദേഹമാണ്. ഇന്ത്യൻ യൂണിയനുമായി ലയന കരാർ ഒപ്പുവെച്ചതും ശ്രീ ചിത്തിര തിരുനാളാണ്. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ രാജപ്രമുഖ സ്ഥാനം വഹിച്ചിരുന്നത് ശ്രീ ചിത്തിര തിരുനാളാണ്. ശ്രീ ചിത്തിര തിരുനാൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കവടിയാറിലെ പഞ്ചവടി. ശ്രീ ചിത്തിര തിരുനാളിന്റെ പ്രതിമയാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ളത്. തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ്, കുണ്ടറ കളിമൺ ഫാക്ടറി, ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി എന്നിവ സ്ഥാപിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. നിയമനിർമ്മാണ സഭയ്ക്ക് ശ്രീമൂലം അസംബ്ലി എന്ന അധോസഭയും ശ്രീ ചിത്തിര സ്റ്റേറ്റ് കൗൺസിൽ എന്ന ഉപരിസഭയും ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. പൊതുഗതാഗത സംവിധാനം ദേശസാൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ.
1945 ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ബാങ്ക് ആരംഭിക്കുകയും ഇത് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്നറിയപ്പെടുകയും ചെയ്തു.